ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് സിങ്കിൻ്റെ ടാപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. സിങ്കിൻ്റെ ടാപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് വളയ്ക്കുകയോ തിരിക്കുകയോ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്പ്രിങ് പോലെ ഇരിക്കുന്ന അത്യാവശ്യം നമുക്ക് ഏത് ഡയറക്ഷനിലും തിരിക്കാൻ പറ്റുന്ന വരുന്ന ഒരു ടാപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. സിങ്ക് ടാപ്പ് വരുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അതിൻ്റെ MRP കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. അതായത് 3000 സംതിങ് ആണ് MRP വരുന്നത്. എന്തായാലും കുറച്ചുകൂടി ഡിസ്കൗണ്ട് ചെയ്ത് നമുക്ക് കിട്ടും. മാർക്കറ്റിൽ എന്തായാലും നമുക്ക് അവൈലബിൾ ആണ്. പല ടൈപ്പ് കമ്പനികളും വരുന്നുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. 700 തൊട്ട് നമുക്ക് ഈ പറയുന്ന പ്രൊഡക്ട്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, ഇത് ഭിത്തിമേ, അതായത് താഴെ ഗ്രാനൈറ്റിൽ ഉറപ്പിക്കുന്ന ടൈപ്പ് അല്ല, നമ്മൾ ഭിത്തിയിൽ നിന്ന് വരുന്ന ആംഗിൾ കോക്കൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ആംഗിൾ കോക്കിൻ്റെ സിസ്റ്റം പോലെ തന്നെ ഭിത്തിമേന്ന് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം വരുന്ന അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ ഡയറക്ഷൻ കണ്ടോ. അപ്പോൾ അതിൻ്റെ ഫോം വരുന്ന രീതിയിൽ, അതായത് ടാപ്പുകൾ നമ്മൾ കൊടുക്കുന്നത് വെള്ളം പതഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കണ്ടോ, അതാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് ചെറിയൊരു സ്പ്രിങ് ആക്ഷൻ പോലെയാണ്. ഏത് ഡയറക്ഷനിൽ നമുക്ക് വളയ്ക്കാനും ഒടിക്കാനും ഏത് സൈഡിലേക്ക് മാറ്റി ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എൻഡിലേക്ക് കൊടുക്കണമെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണമെങ്കിലോ അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് കുറച്ച് നീളം കൂടിയുള്ള ഏരിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. അതായത് ഏതെങ്കിലും രണ്ട് സൈഡുകളിലേക്ക് മാത്രമാണ് അതിൻ്റെ റൊട്ടേഷൻ വരുന്നത്. അതായത് 120 ഡിഗ്രിയിലാണ്, നമുക്ക് 180 ഡിഗ്രിയിലാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഡിഗ്രിയിൽ വേണമെങ്കിലും നമുക്ക് വളച്ച് ഒടിച്ച് ക്ലിയർ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ എൻഡ് കണ്ടോ, ഈ എൻഡിലാണ് നമുക്ക് പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ കരടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഇത് അടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് ഏത് ടാപ്പാണെങ്കിലും അങ്ങനെയുണ്ട്. അപ്പോൾ അതിൻ്റെ തുമ്പൊന്ന് ജസ്റ്റ് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്തിടാൻ പറ്റും. ഇതിൻ്റെ അടുത്തുനിന്ന് വരുന്നത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെയും നമുക്ക് അഴിച്ചെടുക്കേണ്ടി വരും. അഴിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ ആംഗിൾ കോക്കിൻ്റെ ആ പറയുന്ന ആമ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തുമ്പ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹോളുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹോളുകൾ നമുക്ക് വെള്ളത്തിൻ്റെ കരടൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഈ ടാപ്പ് മാത്രമല്ല, ഏത് ടാപ്പ് വാങ്ങിച്ചാലും അങ്ങനെയായിരിക്കും അത്. അപ്പോൾ കരട് കാര്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അത് വരുന്നതിന് ഫോമിനും വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളും അതിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിത് ഫിറ്റ് ചെയ്തുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ബാത്റൂമിൻ്റെ ഈ പറയുന്ന കിച്ചണിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയും എന്താണെന്ന് നോക്കാം. CP ഫിറ്റിങ്സ് ആണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. CPൻ്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഭിത്തിയിൽ നിന്ന് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫോഴ്സ് അത്യാവശ്യം കണ്ടോ, അത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് വെക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. എത്ര ഹൈറ്റിലേക്ക് വേണമെങ്കിലും താഴത്തേക്ക് വേണമെങ്കിലും ഏത് ഡയറക്ഷനിലേക്ക് നമുക്ക് മാറ്റാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വളച്ച് ഒടിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ടാപ്പ് ആണ്. നമുക്കിത് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഒരു കിച്ചണിൽ ഒരു ടാപ്പെങ്കിലും, സിങ്കിൻ്റെ ഒരു ടാപ്പെങ്കിലും ഇങ്ങനെ വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഏത് ഡയറക്ഷനിലേക്ക് നമുക്ക് തിരിക്കാനും പറ്റും, അതുപോലെ തന്നെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too.